സെവൻത്ത് ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ന്യൂ സിലബസ് വെച്ചിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് ഹാർമണി ഓഫ് മാർവലസ് എന്നാണ്. ഹാർമണി എന്ന് വെച്ചാൽ ഐക്യം, മാർവലസ് എന്ന് വെച്ചാൽ അത്ഭുതം. അത്ഭുതങ്ങളുടെ ഐക്യമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ ചുറ്റും നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന ഫോൺ, അതിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ടുകാലത്ത് നാം ലെറ്റർ എഴുതിയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് എവിടെയുള്ള ആളാണെങ്കിലും ഒരു മെസ്സേജ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെയാണ് റോബോട്ടിക്സ് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. റോബോട്ടിനെ കുറിച്ചുള്ള ഒരു പാഠമാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറയുന്നത് റോബോട്ടിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ എന്ന് എഴുതുക. കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് എഴുതുക. റോബോട്ട് ചെയ്യുന്ന വലിയൊരു ടാസ്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ വലിയ ഹോട്ടലുകളെല്ലാം ഫുഡ് സെർവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ലിസ്റ്റ് സം ഓഫ് ദി ഗാഡ്ജറ്റ് അറ്റ് ഡിവൈസ് യൂസ്ഡ് അറ്റ് ഹോം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വാഷിംഗ് മെഷീന്, ഫാന് തുടങ്ങിയൊക്കെ. ഇതൊക്കെ ഡിസ്കവറിയുടെ ഒരു ഭാഗമാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാർ അലക്കാനൊക്കെ അലക്കുകല്ലാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴെല്ലാവരും വാഷിംഗ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഡിസ്കവറിയുടെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നാണ്. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രേറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ഒരു വെയിലുള്ള മോർണിംഗ് ആണ്. സൺലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ആയി നിൽക്കുന്നുണ്ട്. ഒരുപാട് നിറങ്ങളൊക്കെ നിറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ മുകൾ വശമെല്ലാം നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ഹ്യൂസ് എന്ന് പറഞ്ഞാൽ നിറങ്ങൾ എന്നാണ്. ദ എയർ വാസ് crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. ക്രിസ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തൊരു വേർഡാണ്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. എയർ എല്ലായ്പ്പോഴും ഒരു റിഫ്രഷിംഗ് ആണ്. ദ സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കി റൂം ത്രൂ ദ സ്കൈലൈറ്റ്. പീപ്ഡ് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക എന്നാണ്. സൂര്യത്തിന്റെ കിരണങ്ങൾ റിക്കിയുടെ റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള ഒരു കുട്ടിയാണ്. റിക്കി ലൈവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ് ഓൾ ഓവർ ദി പ്ലേസ്. His mother had to collect his belongings from all corners of the house. Ricky lived in a lovely futuristic home. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാവി എന്നാണ്. നാം ആഗ്രഹിക്കാറില്ലേ ഭാവിയിൽ നമുക്ക് നല്ല വീട് വേണമെന്നൊക്കെ. അങ്ങനെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹോമിലാണ് റിക്കി താമസിക്കുന്നത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. നമുക്ക് എന്തൊക്കെ വേണോ ആ സാധനങ്ങളെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. സ്ലോവൻലി എന്ന് പറഞ്ഞാൽ വൃത്തികേട് എന്നാണ്. വൃത്തികേടായിട്ടാണ് അവൻ്റെ ഹാബിറ്റ്സ് ഉള്ളത്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ് ഓൾ ഓവർ ദി പ്ലേസ്. അവൻ്റെ കയ്യിലുള്ള ഓരോ സാധനവും അവൻ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് അവൻ്റെ ക്യാരക്ടർ മനസ്സിലായി. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദി ഹൗസ്. വീടിന്റെ ഏത് മുക്കും മൂലയും നോക്കിയാലും ഇവന്റെ സാധനങ്ങൾ അമ്മയ്ക്ക് കളക്ട് ചെയ്യാനേ സമയമുള്ളൂ. ഹിസ് മദർ, ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. ഷീ ആൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് and so on. But he was always playing. ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.